മറ്റു വാർത്തകളിലേക്ക്. CPM പത്തനംതിട്ട കൊടുമൺ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കാനുള്ള ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ ശ്രമങ്ങൾ വിജയിച്ചില്ല. കൊടുമൺ ഏരിയ കമ്മിറ്റിയിൽ സെക്രട്ടറിയായ RB രാജീവ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. വലിയ രീതിയിലുള്ള വിഭാഗീയതയാണ് പത്തനംതിട്ടയിലും ഇപ്പോൾ നടക്കുന്നത്. ജില്ലാ സെക്രട്ടറിയുടെ നാടായ കൊടുമൺ ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയത വീണ്ടും നടന്നത്. ഇപ്പോൾ ആഷിക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിക്ക്, കടുത്ത മത്സരം തന്നെയാണ് ഈ ഏരിയ കമ്മിറ്റിയിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ RB രാജീവ് കുമാറിനെതിരെയും എതിർ സ്ഥാനാർത്ഥിയായ ഈ പ്രസന്നകുമാർ ഉന്നയിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? അജി, സമ്മേളനകാലം പുരോഗമിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലും CPM-ൽ കടുത്ത വിഭാഗീയത രൂപപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ കാണേണ്ടത്. ഇപ്പോൾ ഇന്ന് കൊടുമൺ ഏരിയ സമ്മേളനത്തിന്റെ അവസാന ദിവസമായിരുന്നു. വലിയ വിഭാഗീയത സമ്മേളനത്തിനുടനീളം വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ തുടർച്ചയെന്ന നിലയിലാണ് അവസാനം സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കടുത്ത മത്സരം ഉണ്ടായത്. 2 പാനലുകളായി മത്സരം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പിന്തുണയുള്ള RB രാജീവ് കുമാർ ഒരു പക്ഷത്തും വിമത പക്ഷത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന K പ്രസന്നകുമാറും ഉണ്ടായിരുന്നു. ശക്തമായ മത്സരം നടന്നു. ഈ മത്സരം ഒഴിവാക്കാൻ KP ഉദയഭാനു ശക്തമായി ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സമ്മേളനത്തിലുടനീളം ജില്ലാ സെക്രട്ടറി നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ജില്ലാ സെക്രട്ടറിയുടെ എല്ലാ ശ്രമങ്ങളും വിഫലമാക്കിക്കൊണ്ട് ശക്തമായ മത്സരം നടന്നു. അതിൽ ജില്ലാ സെക്രട്ടറിയുടെ പിന്തുണയുള്ള RB രാജീവ് കുമാർ വിജയിച്ചു എന്നുള്ളതാണ്. അതിനെ തുടർന്ന് ഇപ്പോൾ ശക്തമായൊരു പ്രതിഷേധം, ഒരു പരോക്ഷ വിമർശനവുമായി KP പ്രസന്നകുമാർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. കാളക്കൂറ്റന്റെ പിന്തുണ ഉള്ള ആളുകളെ പാവങ്ങൾ എങ്ങനെ പരാജയപ്പെടുത്തുമെന്ന സൂചനയോടെ CPM ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനമായി സൂചിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പും ഇപ്പോൾ K പ്രസന്നകുമാർ പങ്കുവച്ചിട്ടുണ്ട്. വിഭാഗീയത പത്തനംതിട്ട ജില്ലയിൽ ഉടനീളം നടക്കുകയാണ്. ഈ മാസം അവസാനത്തോടെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം പൂർത്തിയാക്കേണ്ടതാണ് CPM-ന്. എന്നാൽ വിവിധയിടങ്ങളിൽ ഉണ്ടാകുന്ന വിഭാഗീയത ശക്തമായ പ്രതിസന്ധി CPM-നെ സംബന്ധിച്ച് ശരിയാണ് ആഷിക്ക്. ഒപ്പം തന്നെ ഈ പത്തനംതിട്ടയിൽ ഇന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തിരുവല്ലയിലും വലിയ രീതിയിലുള്ള വിഭാഗീയതയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആഷിക്ക് സൂചിപ്പിച്ചതുപോലെ, ഈ പ്രസന്നകുമാർ നേരിട്ട് ഇപ്പോൾ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഭാഗീയത പ്രവർത്തനങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കാനായിരിക്കും ജില്ലാ നേതൃത്വത്തിന്റെയും ഒപ്പം സംസ്ഥാന നേതൃത്വത്തിന്റെയും ഒരു നിലപാട്, അല്ലെങ്കിൽ അവരുടെ നടപടി? ഏത് നടപടിയുമായിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകാൻ സാധ്യത? സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളിൽ കർശന നിലപാടെടുക്കും എന്നുള്ളത് തന്നെയാണ് നിലപാട്. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്നലെ കൊല്ലം ജില്ലയിലുണ്ടായ വിഭാഗീയ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കാൻ എന്ന നിലയിൽ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്ന രീതിയിലുള്ള ഇടപെടലുകൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ തരത്തിൽ കർശന നിലപാടുകൾ പത്തനംതിട്ടയിലും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടക്കാതെ പോയ തിരുവല്ലത്തെ ടൗൺ സൗത്ത് ലോക്കൽ സമ്മേളനം അടക്കമുണ്ട്. അതിലെ പ്രതിനിധികൾ സമർപ്പിച്ച റിപ്പോർട്ടിലെ ഗുരുതരമായ ആരോപണങ്ങൾ, അത്തരം വിഷയങ്ങൾ തിരുവല്ലയിലും വിഭാഗീയത ശക്തമാകുന്നുണ്ട്. ഇപ്പോൾ കൊടുമണ്ണിലുണ്ടായിട്ടുള്ള സമ്മേളനത്തിലെ മത്സരം, അതിലുണ്ടായ വിഭാഗീയത, തുടർന്നുണ്ടായ പ്രവർത്തനങ്ങളെല്ലാം സംസ്ഥാന നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയായി ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനും സുഗമമായി ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കാനുമുള്ള ഇടപെടൽ ഇന്ന് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പത്തനംതിട്ടയിലെത്തി ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശക്തമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകും. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ അധ്യക്ഷതയിലാണ് യോഗങ്ങൾ ചേരുക. പ്രത്യേക സാന്നിധ്യമായി മേൽക്കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടറി കൂടി ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കർശനമായ ഇടപെടലുകൾ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഉണ്ടാകുമെന്നുള്ളതാണ്. സമ്മേളന കാലങ്ങളിൽ പ്രത്യേകിച്ച് എല്ലാ മത്സരങ്ങളും ഒഴിവാക്കി ഔദ്യോഗിക പാനലിനെ തന്നെ വിജയിപ്പിച്ചെടുക്കുക എന്ന നിലപാടാണ് CPM ഈ ഘട്ടങ്ങളിൽ സ്വീകരിച്ചു വന്നിരുന്നത്. ആ രീതിയിൽ വിഭാഗീയത ഒഴിവാക്കാം എന്ന നിലപാടായിരുന്നു CPM-ന് ഉണ്ടായിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി വിവിധയിടങ്ങളിൽ നിന്ന് വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ തലപൊക്കുകയാണ്. അതിനെ നേരിടാനുള്ള ഇടപെടലുകൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അല്പനേരം മുമ്പ് പത്തനംതിട്ടയിൽ എത്തിയിട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഇടപെടലുകളും.